ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാനിപ്പൂരി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. നമുക്കത് ചൂടുവെള്ളത്തിൽ ഇട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം ഇച്ചിരി നേരം വെള്ളത്തിൽ. അപ്പം ഞാൻ ഇവിടെ വെച്ചേക്കണതാണ്, ഇഞ്ചക്ഷനിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഞാൻ 900-ലാണ് ഇത് വെച്ചേക്കണത്. ഇത് 4 വിസിൽ കഴിയുമ്പോൾ എടുക്കുക കേട്ടോ, 4-5 വിസിൽ കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോയിലായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ എന്തൊരു പുക. അതുകൊണ്ടാണ് ഈ സ്ക്രീനിൽ നിന്ന് ബ്ലൈൻഡായി പോണത്. അപ്പം നമുക്കിനിത് ഫുള്ള് പൊളിച്ച് കളയണം. ഈ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയണം. ഈ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയാം. ഇതാൾ ആദ്യം തന്നെ ഇതെടുത്ത് ഈ ബൗളിലിട്ടിട്ട് കൊടുക്കുക. നമുക്കിതൊക്കെ എടുത്തു നമുക്ക് ഇതെല്ലാം കൂടെ ബൗളിലിട്ടിട്ട് കൊടുക്കാം. കണ്ട ചൂടോടെ നമുക്ക് ബൗളിലിട്ടിട്ട് കൊടുക്കാം. നമുക്കിത് ബൗളിലിട്ടിട്ട് കൊടുക്കുക. 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ആ 4 എണ്ണവും നമുക്ക് ബൗളിലിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ. ഇത് വെച്ച് നേരം പിടിക്കും തൊലി കളയാൻ. ഈ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് സ്മാഷ് ചെയ്തെടുക്കാം. നമ്മളിത് ഫുള്ള് സ്മാഷ് ചെയ്തെടുത്തോണ്ടിരിക്കുക. നല്ലോണം സ്മാഷ് ചെയ്യണം കേട്ടോ, ഒരു പീസും പോലും വെറുതെ ആവരുത്. എനിക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. നമുക്ക് ഈ സവാള ഇനി അരിഞ്ഞെടുക്കാം. നമുക്കിത് ഫുള്ള് അരിഞ്ഞെടുക്കണം. ഈ സവാള ഫുള്ള് നമുക്ക് അരിഞ്ഞെടുക്കണം. അത് നമ്മൾ ഫുള്ള് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു സവാളയും ഇതുപോലെ തന്നെ അരിഞ്ഞു കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ അരിയണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. ഞാൻ ഇതുപോലെ നേരത്തെ ഇട്ടിട്ടുണ്ട് പാനിപ്പൂരി. അത് റെഡിമെയ്ഡ് കടയിൽ നിന്ന് മേടിച്ച പാനിപ്പൂരിയാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഇത് ഒന്നുമില്ല, നമ്മൾ തന്നെ ഇത് ചെയ്തെടുക്കണേ. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ച പൊട്ടറ്റോ ഇല്ലേ,
എനിക്ക് ഇതൊക്കെ പൊട്ടാറ്റോയിലിട്ട് ഇട്ട് കൊടുക്കണം. ഈ ചെറുതായിട്ട് നല്ലൊരു അരിഞ്ഞ് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് പൊട്ടാറ്റോയിലിട്ട് കൊടുക്കാം. ആവശ്യമുള്ളത്ര ഇട്ടാൽ മതി, എല്ലാം വേണമെന്നൊന്നും ഞാൻ പറയണില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടി വേണം കേട്ടോ, നമ്മൾ ഇച്ചിരി കൂടി ഇടുന്നുണ്ട്. നമ്മൾ ഫുൾ ഇട്ട് കൊടുത്ത് നമ്മൾ ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ബോർഡൊന്ന് മാറ്റി കൊടുക്കുക. അപ്പം നമുക്കിത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കണം. ഇത് ഹോം മെയ്ഡ് മസാലയാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. അത്യാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പതിയെ പതിയെ ഉപ്പിടണത്, പെട്ടെന്ന് ഇടരുത്. അപ്പോൾ ഉപ്പിച്ച് കൂടിപ്പോവും, അല്ലെങ്കിൽ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് അളവിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പം നമുക്കിനി മസാല ഇട്ട് കൊടുക്കാം. ഇത് ചാറ്റ് മസാലയും കുരുമുളക് പൊടിയുമാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇച്ചിയും കൂടി വേണം കേട്ടത്. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. നമുക്ക് ഇച്ചിയും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇച്ചിയും കൂടി ആ മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ പതിയെ പതിയാണ് ആ മസാല ഇടുന്നത്, ചിലപ്പോൾ കൂടിപ്പോവും. ഇനി പിന്നെ മിക്സ് ചെയ്യാൻ തുടങ്ങുക. മിക്സിങ് മിക്സിങ് മിക്സിങ്. ഐ ഡോണ്ട് ലൈക്ക് മിക്സിങ്, ഐ അവോയ്ഡ് ഇറ്റ്. ബട്ട് മിക്സിങ് ലൈക്സ് മീ, ഐ കാനോട്ട് അവോയ്ഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത്, ഞാൻ എത്ര പ്രാവശ്യം മിക്സ് എന്ന് പറഞ്ഞെന്ന് നിങ്ങൾ കമൻറ്റ് കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് മര്യാദക്ക് ഇത് വെക്കണുണ്ട്. പറ്റിക്കൊടുത്തു. ഇനി നമുക്ക് ഇച്ചിയും കൂടി അതിട്ട് കൊടുക്കാം. എന്ത് ചാറ്റ് മസാലയും കുരുമുളക് പൊടിയും അത് രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് ഇത്. നല്ലപോലെ മിക്സ് ചെയ്ത്
ഇനി നമുക്ക് പാനിപ്പൊരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാനിപ്പൊരിയല്ല, പൊരി ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഈ പൊരി. ഇത് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. Look this guys. ഇത് അപ്പം നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങ് മഞ്ഞ ഇത് മഞ്ഞുണ്ട്. നമുക്കിതിനെ എടുത്ത് പാത്രത്തിലിടാം. ഇതുപോലെ നമുക്ക് കുറേ നിങ്ങൾ മുച്ച് വെച്ചെടുത്തോണ്ടിരിക്കാം. അതെ, ഇത്തരം വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാലും ഇനി മുച്ചെടുക്കണം. ആവശ്യമുള്ള അത്തരം നമുക്ക് എടുക്കാം. എനിക്ക് ഇച്ചിരി കൂടുതൽ പാനിപ്പൊരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്തരം എടുക്കുക. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. ഇനി നമ്മൾ ഈ വെള്ളത്തിലിട്ട് ഇച്ചിരി പുളിവെള്ളം ചേർക്കണം. പുളിവെള്ളമല്ല, പുളി മസാല. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഈ പുളി മസാല. അപ്പം ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. നമുക്കിത് മിക്സ് ചെയ്യാം. അത്യാവശ്യത്തിന് മിക്സ് ചെയ്താൽ മതി. കിച്ചിയും കൂടി വേണം. നമ്മൾ ഇച്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിനി പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് പാനി, മറ്റത് പൊരി. അപ്പം നമ്മൾ വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ പാനി അങ്ങോട്ട് മാറ്റി വെച്ചു. നമുക്കിനി മല്ലിച്ചീര വേണം. ഇനി മല്ലിച്ചീര എടുത്ത് പാനിയിലിടാം. ഇച്ചിരി മല്ലിച്ചീര പാനിയിലിടണം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി മല്ലിച്ചീര പൊട്ടാറ്റോയിൽ ഇടണം. ഇച്ചിരി മല്ലിച്ചീര പൊട്ടാറ്റോയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇരിക്കുന്നു നമ്മുടെ പൊരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി വെച്ച് കാണിച്ചാലോ. പാനി പൊട്ടാറ്റോ പൊരി, പാനി പൊട്ടാറ്റോ പൊരി. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.